ശ്രീ വർഗീസ് ജോർജിലേക്കാണ്. ശ്രീ വർഗീസ് ജോർജ്, ഞാൻ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഉല്ലാസ് ബാബു പറഞ്ഞതിന് മറുപടി പറയാം. എനിക്ക് ജനൻ ടി വിയിൽ ആദ്യമായിട്ട് ഇങ്ങനെ തോന്നുന്നത് ദിസ് ഈസ് നോട്ട് ഫെയർ. കാരണം അഭയദേവ് വളരെ നിർബന്ധിച്ചിട്ടാണ് ഞാനിന്ന് ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നത്. പക്ഷേ ഫെയർ ആയിട്ടുള്ള ഒരു സംസാരിക്കാനൊക്കെയുള്ള സമയം തരണ്ടേ? നീലിമയെ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ചോദ്യങ്ങൾ ചോദിച്ചിട്ടങ്ങ് പോവുകയാണ്. താങ്കൾ സംസാരിക്കൂ. ഇവിടെ ബാബുവിനോട് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ബാബു എന്നെ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് സംസാരിച്ചത്. എനിക്ക് ബാബുവിനോട് താങ്ക്സ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, അതായത് 22 ദിവസമായിട്ടും ഈ സമരത്തിനെ അവഗണിച്ച ഒരു കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പൊടുന്നനമേ ഇന്നലെ രാത്രി 2 മന്ത്രിമാരെ അയക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി രാത്രി 12 മണിക്ക് 8 മിനിറ്റ് ഉള്ളപ്പോൾ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് നീറ്റ് പരീക്ഷയ്ക്ക് നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്? അപ്പോൾ ഇതുവരെ സമരത്തെ അവഗണിച്ച കേന്ദ്ര ഗവൺമെന്റ് ഈ സമരത്തിന്റെ സ്ട്രെങ്തിനെ അഭിസംബോധന ചെയ്യാൻ നിർബന്ധിതമായി. അതാണ് ബാബു ഞാൻ പറഞ്ഞത്. അല്ലാതെ ജനാധിപത്യക്രമത്തോടുള്ള എൻ്റെ അനാദരവൊന്നുമല്ല പറഞ്ഞു. ഗവൺമെന്റ് ഫോഴ്സ്ഡായി. BJP കരുത ഈ സമരം അങ്ങ് പോകും. പാർലമെന്റിൽ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഡീലിമിറ്റേഷൻ ബില്ല്, വനിതാ സംവരണ ബില്ല്, അതൊക്കെയല്ലേ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ആ പൊളിറ്റിക്സ് അങ്ങ് മാറി. പാർലമെന്റ് സമ്മേളിച്ചപ്പോൾ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മാറി. അതുകൊണ്ട് ഞങ്ങൾ ജനതാദളാണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസിനാണെങ്കിലുള്ള ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്, നമ്മൾ പീപ്പിൾസ് സ്ട്രഗിൾസിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് ഏകപക്ഷീയമായിട്ട് ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചത്. നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയെ സംബന്ധിച്ചുള്ള അവർ സമയം ചോദിച്ചിരിക്കുകയാണ്. അത്രയും നല്ലത്. ആ നിലയിലേക്ക് ഈ സമരം എത്തി. രണ്ടാമത്തെ കാര്യം നീലിമ ചോദിച്ചത് അന്നാ ഹസാരയുടെ സമയത്ത് എന്തുകൊണ്ട് ഈ ചർച്ച നടന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, UP ഗവൺമെന്റ് ചർച്ച നടത്തിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രാജ്യത്തെ ഭരണം തന്നെ മാറിപ്പോയി. കോൺഗ്രസ് ഗവൺമെന്റ് കഴിഞ്ഞ 80 വർഷക്കാലം രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിനെ മാറ്റി BJP അധികാരത്തിൽ വരാനിടയായ രാഷ്ട്രീയ പരിസരം സൃഷ്ടിച്ചത് അന്നാ ഹസാരയുടെ സമരമാണ്. അത് ഈ ഗവൺമെന്റ് മനസ്സിലാക്കി, ഇന്നലെ രാത്രി മനസ്സിലാക്കി. അതുകൊണ്ട് UP ഗവൺമെന്റ് അവരുമായിട്ട് ചർച്ച ചെയ്യാഞ്ഞതിന്റെ ഫലമായിട്ടാണ് ആ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ. അത്തരത്തിലുള്ള സർക്കാരിനെതിരെ ചില ഭീഷണികൾ ഉയരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. സമയക്കുറവ് കൊണ്ടാണ് ശ്രീ വർഗീസ് ജോർജ്, അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ അങ്ങയോടൊപ്പം ഞാൻ ഇരിക്കുന്നത്.